കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാറിനെ കേരള VC സസ്പെൻഡ് ചെയ്തു. ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, രജിസ്ട്രാർ കളിച്ച രാഷ്ട്രീയ കളി നമ്മൾ കണ്ടതാണ്. എന്തായാലും ഒടുവിൽ അയാൾക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ. കൃത്യമായി ഭാരതാംബയെ അവഹേളിക്കുകയും ഗവർണറെ അവഹേളിക്കുകയും ചെയ്ത കാര്യത്തിൽ VCക്കെതിരെ ശക്തമായ നടപടി, രജിസ്ട്രാർക്കെതിരെ ശക്തമായ നടപടി ഇപ്പോൾ VC സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. ആദ്യഘട്ടം മുതൽ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിന്റെ രാഷ്ട്രീയ കളി വിഷയത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തതാണ്. ഓരോ നടപടിക്രമങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് അന്ന് ഈ അടിയന്തരാവസ്ഥയുടെ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാൾ വാടകയ്ക്കെടുത്തത്, അവിടെ നടന്ന പരിപാടി അതെല്ലാം കൃത്യമായി നിയമപ്രകാരം നടന്നതായിരുന്നു എന്ന് തെളിഞ്ഞിട്ടും ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി അലങ്കോലപ്പെടുത്താൻ VCയുടെ നേതൃത്വത്തിലുണ്ടായ ഗൂഢശ്രമത്തിൽ ഒടുവിൽ നടപടിയെടുത്തിരിക്കുന്നു രജിസ്ട്രാറുടെ നേതൃത്വത്തിലുണ്ടായ ഗൂഢശ്രമത്തിൽ ഒടുവിൽ VC നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ആദ്യഘട്ടം മുതൽ തന്നെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ഈ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ തുറന്നു കാണപ്പെട്ടിരുന്നു. ആ വിഷയങ്ങളിലൊക്കെ വിശദീകരണം തേടിയിട്ട് പോലും ഈ സെനറ്റ് ഹാളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്നുള്ള നിർദ്ദേശം ലംഘിക്കപ്പെട്ടതുകൊണ്ടാണ് ആ പരിപാടി തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയത്. അല്ലെങ്കിൽ അത് അനുചിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയതാണ് താൻ ചെയ്തത്, അത് നിയമപരമാണ് എന്നുള്ള നിലപാടാണ് രജിസ്ട്രാർ സ്വീകരിച്ചത്. പക്ഷേ VCയുടെ അടക്കം എന്താണ് അവിടെ ഉപയോഗിച്ച മതചിഹ്നം എന്നുള്ള ചോദ്യത്തിന് രജിസ്ട്രാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ ഭാരതാംബയുടെ ചിത്രത്തെ അത് മതവൽക്കരിക്കാനുള്ള ഒരു ശ്രമം രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതിലൊക്കെയാണ് തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് അതൊരു സംഘർഷമായ അവസ്ഥയിലേക്ക് പോകുകയൊക്കെ ചെയ്തത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ രജിസ്ട്രാർ സ്വീകരിച്ച ഓരോ നടപടികളും എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർവകലാശാല ഭരണത്തിൽ വെച്ച് നോക്കുമ്പോൾ VC ആണ് ഒന്നാമൻ, രജിസ്ട്രാറാണ് രണ്ടാമൻ. അങ്ങനെ വൈസ് ചാൻസലർ തന്നെ, സർവീസിൽ ഒന്നാമനായ വൈസ് ചാൻസലർ ഈ സർവകലാശാല ഭരണത്തിൽ രണ്ടാമനായ രജിസ്ട്രാർക്കെതിരെ ശക്തമായ നടപടിയെടുത്തുകൊണ്ടൊരു സന്ദേശം കൂടിയാണ് നൽകുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാജ്ഭവനെ അവഹേളിക്കുന്നതിൽ, ഗവർണറെ അവഹേളിക്കുന്നതിൽ, അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കുന്നതിലെല്ലാം കൃത്യമായി രജിസ്ട്രാർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്ന തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതിനനുസരിച്ചുള്ള ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. നമുക്ക് ഈ പരിപാടി നടന്ന ദിവസത്തെ കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു പരിപാടിക്ക് അനുമതി നൽകുന്നു, അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പോലീസ് ക്ലിയറൻസ് അടക്കം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്, അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. എന്നാൽ ഇതിനിടയിൽ ചില SFIക്കാർ അവിടേക്ക് വരുന്നു, അവിടെ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് കണ്ടു. അത് കണ്ടതിന് പിന്നാലെ രജിസ്ട്രാർ അവിടേക്ക് എത്തുന്നു. ഇത് നിയമപരമായിട്ടുള്ള അനുവദിച്ചിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ട് ഈ പരിപാടി റദ്ദാക്കുകയാണെന്നുള്ളൊരു രീതിയിൽ മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകുന്നു. പിന്നാലെ ചില ഉദ്യോഗസ്ഥരെത്തി ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. ആ ഘട്ടത്തിലൊക്കെ അവിടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ രാജ്ഭവനിൽ നിന്ന് തയ്യാറായിരിക്കുന്ന സമയത്താണ് അന്ന് ഈ പരിപാടിയിൽ രജിസ്ട്രാർ ഈ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കുകയും പരിപാടി ഏതാണ്ട് ഗോപകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപകുമാർ, എന്തായാലും രജിസ്ട്രാറെ ഒടുവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി പറയുകയായിരുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും സർവകലാശാലയുടെ പരമാധികാരിയായ ചാൻസലർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം കുറച്ചുകൂടി അവധാനതയോടുകൂടി വീണ്ടും വിചാരത്തോടുകൂടി പെരുമാറണം എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം സംബന്ധിച്ച് ആദ്യവസ്ഥാനം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പരമാധികാരിയാണ്. അതിലെ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി സ്വകാര്യ ചടങ്ങായിട്ടാണ് സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികാചരണത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച പരിപാടിയാണ്. അപ്പൊ സർവകലാശാലയായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പരിപാടിയിൽ, അതും ചാൻസലർ കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അവിടെ കടന്നു കയറിയിട്ട് അദ്ദേഹം യാതൊരു തരത്തിലും ഇടപെടേണ്ട ഒരു സന്ദർഭം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാഹ്യശക്തികളുടെ, പ്രത്യേകിച്ച് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രേരണയാൽ അല്ലെങ്കിൽ അവരുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ അവിടെ വന്നിട്ട് ആ വേദി കൈയടക്കിക്കൊണ്ട് അദ്ദേഹം പത്രക്കാരെ വിളിച്ചുകൂട്ടി സർവീസ് ചട്ടങ്ങൾ പൂർണ്ണമായിട്ട് ലംഘിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് നൽകിയ ആളിനുള്ള പെർമിഷൻ, അനുമതി റദ്ദാക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അത് ഒന്ന് സർവീസ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അതിനുശേഷം അദ്ദേഹം പരിപാടി തുടങ്ങി, ബഹുമാനപ്പെട്ട ചാൻസലർ വന്ന്, ഗവർണർ വന്ന് പരിപാടി ആരംഭിച്ച് ദേശീയ ഗാനം മുഴങ്ങുന്ന സമയത്താണ് ഇദ്ദേഹം രാജ്ഭവനിലേക്ക് വീണ്ടും മെസ്സേജ് അയക്കുന്നത്, സംഘാടകർക്കും മെയിൽ അയക്കുന്നത്, ഈ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി എന്നുള്ളത്. അപ്പോൾ അത് തികച്ചും അവഹേളനം തന്നെയായിരുന്നു നടന്നിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു അവഹേളനം നടത്തിയ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ന്യായമായ നടപടിയാണ്. ഞങ്ങൾ ഈ കാര്യം അന്വേഷണം നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിച്ചത്, ഇത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ബാഹ്യശക്തികളുണ്ട്.
അപ്പൊ ബാഹ്യശക്തികളുടെ പ്രേരണയാലാണ് അദ്ദേഹം നടന്നത്. അതുകൊണ്ട് കുറ്റക്കാരെ മുഴുവൻ ഈ ചാൻസലറെ, ഗവർണറെ അപമാനിച്ച ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴും ഇതുവരെ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്, ഇനിയും അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും സസ്പെൻഷൻ ഉണ്ടായി എന്നുള്ളത് എന്തായാലും പുറത്തുവരുന്ന വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ ചെറുതല്ല, സംഘർഷാവസ്ഥ ഉണ്ടായി. അപ്പോൾ തീർച്ചയായും അതൊരു നിയമ നടപടിയിലേക്ക് കൂടി പോകേണ്ട വസ്തുതയല്ലേ? തീർച്ചയായിട്ടും നിയമ നടപടിയിലേക്ക് പോകേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പണ്ട് നമ്മൾ മുൻപ് പലവട്ടം സംസാരിച്ചതുപോലെ സമാന്തരമായിട്ട് ഈ സെനറ്റ് ഹാളിനുള്ളിൽ സംഘാടകർ അതിന്റെ തയ്യാറെടുപ്പിന്റെ അന്തിമ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ കടന്നു വന്നത്. അദ്ദേഹം അവിടെ ആ സമയത്ത് വരേണ്ട യാതൊരു കാരണവുമുള്ള ആളല്ല. രജിസ്ട്രാർ രേഖാമൂലം സംഘാടകർക്ക് ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. അവർക്ക് കൊടുത്തിരിക്കുന്ന ഹാള് അതിന്റെ പരിപാടിക്കുള്ള സജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇദ്ദേഹം അവിടെ കടന്നു ചെന്നിട്ട് ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്, ഭാരതാംബയുടെ ഒരു പടമാണ് മതചിഹ്നം എന്നുള്ള നിലയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. ഒപ്പം ഇതേ സമയത്ത് തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തില് പുറത്ത് ഇദ്ദേഹത്തെ, ബഹുമാനപ്പെട്ട ചാൻസലറെ തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഒരടി മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ. അപ്പോ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇവര് മുൻകൂട്ടി വളരെ ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഇടപെടലാണ്. അപ്പൊ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഗൂഢാലോചനയ്ക്ക് വശംവദനായിട്ടാണ് രജിസ്ട്രാർ ആ സമയത്ത് ഈ സെനറ്റ് ഹാളിനുള്ളിലേക്ക് കടന്നു വന്നത്. വെളിയില് SFIയുടെ വിദ്യാർത്ഥികളെ സമരത്തിന് അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഷിജു ഖാൻ അടക്കമുള്ള ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിളിച്ചുകൂട്ടുകയും ചെയ്തു. അപ്പോ ആസൂത്രിതമായി നടന്ന ഒരു പ്രവർത്തനമാണ്, ഇടപെടലാണ് ഇവിടെ നടന്നത്. അത് സംബന്ധിച്ച് ഇനിയും ഈ സസ്പെൻഷൻ പ്രാഥമികമായിട്ട് അന്വേഷണത്തിന് മുന്നോടിയായിട്ട് നടന്ന ഒരു ഇടപെടലാണ്. സസ്പെൻഷന് ആത്യന്തികമായിട്ടുള്ള നടപടിയായിട്ട് ഞങ്ങൾ കരുതുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ചാൻസലറെ അപമാനിക്കാൻ ആസൂത്രിതമായി ശ്രമം നടത്തിയ ആരൊക്കെയാണോ അവരെ എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നന്ദി ശ്രീ ഗോപകുമാർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. സിൻഡിക്കേറ്റ് അംഗം ഗോപകുമാറാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിലാണ് അന്ന് ഗവർണർ പങ്കെടുക്കാൻ എത്തിയത്. ഗവർണറെ തടഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഭാരതാംബയെ അവഹേളിച്ചുകൊണ്ടുള്ള, ഗവർണറെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണെന്ന് രജിസ്ട്രാർ നടത്തിയത്. ആ വിഷയത്തിലാണ് ഇന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്ത് വരുന്ന വാർത്ത. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാറിനെയാണ് കേരള VC സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രജിത് മോഹനനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിത്ത്, തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങായിരുന്നു. ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങായിരുന്നു. അതിലാണ് രജിസ്ട്രാർ തന്റെ നിക്ഷിപ്ത താല്പര്യം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അന്ന് പുറത്തെടുത്തത്. അതാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ എന്തായാലും വിഷയത്തിൽ തീർച്ചയായും ഒരു നിയമ നടപടിയിലേക്ക് കൂടി പോകേണ്ട വിഷയം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സസ്പെൻഷൻ ആണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് കൂടുതൽ വരുന്ന വിവരങ്ങൾ? ഈ വിഷയത്തിൽ VC നൽകിയ റിപ്പോർട്ട് ആദ്യഘട്ടം മുതൽ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതായത് രജിസ്ട്രാർക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് VC നേരത്തെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ വിഷയം വഷളാക്കുന്നത് രജിസ്ട്രാറാണ്. അതിന് അതുവരെ ഇല്ലാത്തൊരു പുതിയ മാനങ്ങളൊക്കെ നൽകി അതിനൊരു വലിയ ചർച്ചയിലേക്ക് നയിച്ചതും രജിസ്ട്രാറാണ് എന്നുള്ള കാര്യത്തിൽ VC ആദ്യഘട്ടം മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ ആ വിഷയങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കുറേയധികം കണ്ടെത്തലുകളുമുണ്ട്. ഒന്ന്, ഈ ചടങ്ങ് നടക്കുന്ന സമയത്തേക്ക് VC അവിടെ എത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ VC അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൃത്യമായി ഈ രീതിയിലുള്ള ഒരു സംഘർഷത്തിൻ്റെയൊക്കെ ഒരു ആസൂത്രിത ഭാവം നമുക്ക് ആ കാര്യത്തിൽ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ VCയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യം. ഒന്ന്, ഗവർണറെ തടയാൻ അത് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് രജിസ്ട്രാർ വഴങ്ങി എന്നുള്ളൊരു കാര്യം VC ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് എന്നുള്ളതാണ് VC കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പരിപാടി റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ചാൻസലർ പങ്കെടുക്കുന്ന ഒരു പരിപാടി റദ്ദാക്കാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്
അധികാരമായിട്ടുള്ള രജിസ്ട്രാർക്ക് അത്തരമൊരു അധികാരമില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. വി സി ആദ്യഘട്ടത്തിൽ രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയപ്പോൾ ഈ വിഷയത്തിൽ, അതായത് ഇത്തരത്തിലൊരു ചിത്രം അവിടെ ഉപയോഗിക്കുന്നത് സെക്യൂരിറ്റി ഓഫീസറും PROയും തനിക്ക് റിപ്പോർട്ട് നൽകി, മതചിഹ്നം ഉപയോഗിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് PROയുടെയും സെക്യൂരിറ്റി ഓഫീസറുടെയും റിപ്പോർട്ടിൽ ഇത്തരം ഒരു മതചിഹ്നം ഉപയോഗിക്കുന്നത് കണ്ടതായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരാമർശങ്ങളും അവരുടെ റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രജിസ്ട്രാർ ആ ഘട്ടത്തിൽ സ്വയം ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ VCക്ക് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹം കള്ളം പറഞ്ഞു എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, VC തിരിച്ച് ഈ മതചിഹ്നം കണ്ടു എന്ന് പറയുന്നു. എന്ത് മതചിഹ്നമാണ് താങ്കൾ അവിടെ കണ്ടത് എന്നുള്ള ചോദ്യത്തിന് രജിസ്ട്രാർക്ക് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതോടെയാണ് ഭാരതാംബയുടെ ചിത്രം മതചിഹ്നമായി വ്യാഖ്യാനിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ രജിസ്ട്രാർ ശ്രമം നടത്തി എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലേക്ക് വൈസ് ചാൻസലർ VC പോകുന്നതും. ഇതിൽ ഏറ്റവും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റിയുടെ മാനുവലിൽ, ഇത്തരം ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കേണ്ട മാനുവലിലെ മതചിഹ്നങ്ങളും പൂജകളും ഒന്നും പാടില്ലെന്നുള്ള ആ ഒരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിനെ വലിയ വിഷയമാക്കി മാറ്റാൻ രജിസ്ട്രാർ ശ്രമിച്ചത് എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഭാരതാംബയുടെ ചിത്രത്തെ അതൊരു മതചിഹ്നമാക്കി മാറ്റി അത് മറ്റ് ചില തീവ്ര നിലപാടുള്ള സംഘടനകൾ പറയുന്ന ഒരു നിലപാട് രജിസ്ട്രാർ ആവർത്തിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ചില തീവ്ര മതസംഘടനകളാണ് പലപ്പോഴും ഭാരതാംബയുടെ ചിത്രത്തെ അതൊരു മതചിഹ്നമായിട്ടും ഒക്കെ വിലയിരുത്തുന്നത്. അപ്പോൾ അത്തരമൊരു നിലപാട് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ തീരുമാനിച്ചത് ഏത് ഘട്ടത്തിലാണെന്നുള്ള ചോദ്യം ആദ്യം മുതൽ തന്നെ പൊതുവിടങ്ങളിലൊക്കെ സജീവമായി നിന്നതാണ്. അതോടൊപ്പമാണ് ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തുന്നത് എങ്ങനെ മതപരിപാടിയായി, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ആചാരമായി വിലയിരുത്തപ്പെടും, അല്ലെങ്കിൽ ആ രീതിയിൽ കണക്കാക്കും എന്നുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ഇതൊക്കെ ഉയർത്തുന്ന സംഘടനകളുടെ നിലപാടാണോ കേരള യൂണിവേഴ്സിറ്റി പോലെ മഹത്തരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭരണചക്രത്തിൻ്റെ മൂന്നാമനായിരിക്കുന്ന രജിസ്ട്രാർ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ടത് എന്നുള്ള ചോദ്യം ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു. അങ്ങനെ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിൽ, അതോടൊപ്പം തന്നെ ഗവർണറുടെ ഒരു പരിപാടിയിലേക്ക്, ഔദ്യോഗികമായി തീരുമാനിച്ച ഒരു പരിപാടിയിലേക്ക് ഗവർണർ എത്തുന്നത്, ഒരു സ്വകാര്യ ചടങ്ങാണെങ്കിലും ഗവർണർ പങ്കെടുക്കുന്നതിനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കുമ്പോൾ അതിൻ്റെ പ്രോട്ടോകോളുകൾ പാലിച്ച് നടക്കേണ്ട ഒരു പരിപാടിയിലേക്ക് ഗവർണർ എത്തുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ശ്രമിച്ചത്, ഗവർണറുടെ യാത്ര വൈകിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം രജിസ്ട്രാറാണ്. അതോടൊപ്പമാണ് ഗവർണർ അവിടെ എത്തി ആ പരിപാടി ആരംഭിച്ചതിനു ശേഷം തനിക്കില്ലാത്തൊരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി അവിടെ നിന്നും ആ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. ആ പരിപാടി നടത്താൻ ഇനി അധികാരമില്ല എന്ന രീതിയിലൊരു മെയിൽ അയക്കാൻ രജിസ്ട്രാർക്ക് എങ്ങനെ കഴിയുമെന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതും ഒടുവിൽ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നതും. അതോടൊപ്പമാണ് VCയോട്, യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തുള്ള ചാൻസലർ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഏറ്റവും വലിയ അധികാരസ്ഥാനമായ വൈസ് ചാൻസലറുടെ അനുമതിയില്ലാതെ ഈ പരിപാടി സംഘടിപ്പിച്ച, അതായത് നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് അനുവാദം വാങ്ങിയെടുത്ത് കൃത്യമായി പണമടച്ച് ഒരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നു. അതിൽ രജിസ്ട്രാർ പറയുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ ഇല്ല എന്നുള്ളതും വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ വൈസ് ചാൻസലറോട് പോലും ആലോചിക്കാതെ സ്വന്തം നിലയിൽ സംഘാടകർക്കെതിരെ പരാതി നൽകാൻ രജിസ്ട്രാർ കാണിച്ചൊരു തിടുക്കമുണ്ട്. ആ തിടുക്കത്തെയും VCയുടെ റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത അധികാരങ്ങൾ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ രജിസ്ട്രാർ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായും തെളിഞ്ഞതാണ്, അല്ലെങ്കിൽ അത് പൊതുവിടത്തിൽ അത്തരം തെളിവുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ആസൂത്രിതമായ ഒരു ശ്രമം ഈ കാര്യത്തിൽ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള സംശയങ്ങളെല്ലാം ബലപ്പെടുത്തുന്നത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന VCയുടെ റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ നടപടിയും എന്നുള്ളതും. വളരെ മാതൃകാപരമായിട്ടുള്ള നടപടി എന്ന് വേണ്ടി പറയേണ്ടിയിരിക്കുന്നു. കാരണം കേരള യൂണിവേഴ്സിറ്റിയെ രാഷ്ട്രീയവൽക്കരിക്കാൻ, ആ ഒരു വിഷയങ്ങളെ, പ്രത്യേകിച്ച് ഭാരതാംബയുടെ ചിത്രമടക്കമുള്ളതിനെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനും മതവൽക്കരിക്കാനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ നടപടി ഉണ്ടാകണമെന്നുള്ളത് ആദ്യം മുതൽ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന ഒരു ആവശ്യമാണ്. രജിസ്ട്രാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യം. ഇപ്പോൾ അത് വൈസ് ചാൻസലർ അത് നടപ്പിലാക്കിയിരിക്കുന്ന ഒരു മാതൃക കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച, അതിൻ്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച ചർച്ചകൾക്കൊക്കെ ഒടുവിൽ അത്തരമൊരു ബിംബത്തെ, അത്തരമൊരു പ്രതീകത്തെ അപമാനിക്കാൻ മുന്നിട്ടിറങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ ഈ ഉത്തരവും ഈ നടപടിയും ഒരു മാതൃകയാണ് എന്ന് ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. തുടർ നടപടികൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് രജിസ്ട്രാർക്കെതിരെ തുടരന്വേഷണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇനി രജിസ്ട്രാർക്കെതിരെ മറ്റ് പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ
അതിനൊരു ഗൂഢശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗവർണറുടെ സുരക്ഷയടക്കം അട്ടിമറിക്കാനുള്ള അവിടെ ഒരു സംഘർഷം നടക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാൻ രജിസ്ട്രാറുടെ ഇടപെടൽ കാരണമായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാവുന്ന സാഹചര്യം പോലെയുണ്ട്. അപ്പോൾ വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു പരാതി രജിസ്ട്രാർക്കെതിരെ നൽകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത്തരം ഗവർണറുടെ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന തരത്തിൽ അവിടേക്ക് SFI പ്രവർത്തകരൊക്കെ രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ തന്നെ സംഘടിച്ച് അങ്ങോട്ടേക്ക് എത്തുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അത് തടയാൻ ആദ്യഘട്ടത്തിൽ പോലീസ് മതിയായ ഇടപെടലുകൾ നടത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകുന്നതാണ്. എന്തായാലും കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ ഒടുവിൽ നടപടി ഉണ്ടായിരിക്കുന്നു. അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ വൈസ് ചാൻസലർ എടുത്ത നിലപാട് വളരെ പ്രശംസനീയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. തുടർ നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അനിൽകുമാറിനെതിരെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ നിൽക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവ ചർച്ചയായി നിന്ന വിഷയമാണ് ഭാരതാംബയുടെ ചിത്രത്തെ യൂണിവേഴ്സിറ്റിയിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് യൂണിവേഴ്സിറ്റിയുടെയും മറ്റ് നിയമങ്ങളും ഒക്കെ അട്ടിമറിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് ലംഘിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഭാരതാംബയുടെ ചിത്രത്തെ തുടർച്ചയായി അവഹേളിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊക്കെയുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഈ നടപടിയെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും നിലനിന്നിരുന്നില്ല. മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനത്തെക്കാളും വലുതാണ് ഭാരതാംബ എന്ന് പറയുന്ന ഭരണഘടനാ സാധുതയുള്ള ഒരു പ്രതീകത്തെ അപമാനിക്കുന്നത് എന്നുള്ള നിലപാടിലാണ് ആദ്യഘട്ടം മുതൽ തന്നെ രാജ്ഭവൻ ഉറച്ചു നിന്നത്. രാജ്ഭവനിൽ മാത്രമല്ല, ഗവർണർ പങ്കെടുക്കുന്ന സ്വകാര്യ പരിപാടികളിലും ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നതിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, അതിനെ തെരുവിലേക്ക് വലിച്ചഴിക്കുന്നത് ഒട്ടും തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് രാജ്ഭവനും ഗവർണറും ഒക്കെ സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകാനും ഗവർണർ ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ കാണേണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തക പ്രകാശന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതും അത് പുഷ്പാർച്ചന നടത്തിയതും ഭദ്രദീപം കൊളുത്തിയതുമൊക്കെ ഒരു മതചടങ്ങായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമവും, അതിലും ഗവർണർ അടക്കമുള്ളവർക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. രാജ്ഭവന്റെ ഔദ്യോഗികമായ വിഷയത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. അത്തരം ആ പ്രതിഷേധം കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ശക്തമായൊരു നടപടി കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കെതിരെ വന്നിരിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടത്. രാഖി, ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനാണുള്ളത്. പ്രജിത്ത്, എന്തായാലും ഒടുവിൽ സസ്പെൻഷൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ചേർന്ന പ്രേക്ഷകർക്കായി ആദ്യം മുതൽ നമുക്കൊന്ന് വിശദീകരിക്കാം. രാഖി, ഈ വിഷയത്തിൽ VCയുടെ റിപ്പോർട്ട്, അതിനൊപ്പം തന്നെ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ നിയമോപദേശമടക്കം തേടിയിട്ടാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. നടപടിയെടുക്കാൻ VCയോട് ഗവർണറായ ചാൻസലർക്ക് ശുപാർശ ചെയ്യാം എന്നുള്ള നിയമോപദേശം ലഭിച്ചിരുന്നു. ഇനി VC നടപടിയെടുത്തില്ലെങ്കിൽ ഗവർണർക്ക് നേരിട്ട് ഇടപെടാം എന്നുള്ള നിയമോപദേശവും ഇക്കാര്യത്തിൽ രാജ്ഭവൻ ലഭിച്ചിരുന്നു. പിന്നാലെയാണ് വൈസ് ചാൻസലർ ഈ വിഷയത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ KS അനിൽകുമാറിന് പകരം സീനിയർ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് രജിസ്ട്രാറുടെ ചുമതല നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം എന്ന് പറയുന്നത്, രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ടുമെന്നുള്ള ആരോപണം ശരിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ദിവസങ്ങളായി കാത്തിരുന്ന ഒരു നടപടിയാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ നിലപാടുകളെ പറ്റി ആദ്യഘട്ടം മുതലുണ്ടായിരുന്ന വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരോപണങ്ങൾ എല്ലാം കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ടെത്തിയിരിക്കുന്നത്, ഗവർണർ പങ്കെടുത്തതിന് ശേഷം പങ്കെടുക്കുന്ന പരിപാടിക്ക് ആ സമയത്ത് തന്നെ രജിസ്ട്രാർ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഗവർണറോടും ആ പദവിയോടുമുള്ള, അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പദവിയോടുമുള്ള തികഞ്ഞ അനാദരവാണ് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഈ പറയുന്ന രീതിയിൽ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി ഉണ്ടായിട്ടുള്ളതിൽ. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി കൃത്യമായി നടന്നു, ആ സമയം ഗവർണർ എത്തി, പരിപാടി ദേശീയഗാനം ചൊല്ലുന്നു, പരിപാടി ആരംഭിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ ഒരു മെയിൽ അയച്ചിട്ട് ഈ പരിപാടി റദ്ദാക്കിയതായി സർവകലാശാല രജിസ്ട്രാർ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം വൈസ് ചാൻസലറോട് പോലും അനുമതി തേടാതെ ഗവർണർ പങ്കെടുത്ത പരിപാടി നിയമവിരുദ്ധമാണെന്ന് കാട്ടി DGPക്ക് പരാതി നൽകുന്ന ഒരു നടപടിയും യൂണിവേഴ്സിറ്റി രജിസ്ട്രായ KS അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതായത് ഗവർണർ ഈ പരിപാടിയിൽ നിയമവിരുദ്ധമാണ്, ആ പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തവരാണ് എന്നുള്ളൊരു നിലപാട് രജിസ്ട്രാർ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഗവർണർക്കെതിരെ ഗവർണർ പങ്കെടുത്ത പരിപാടി നിയമവിരുദ്ധമാണെന്നും ആ പരിപാടിയിൽ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാൽ ഗവർണർ അടക്കമുള്ളവർക്കെതിരെ പോലീസ് നടപടിയെടുക്കണമെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ആവശ്യപ്പെടുന്നത് പോലെയുള്ളൊരു പരിഹാസ്യമായ നിലപാട്, ഒരു രാഷ്ട്രീയ നിലപാട് രജിസ്ട്രാർ സ്വീകരിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം രജിസ്ട്രാർ ആവശ്യപ്പെടുന്നത് ഗവർണർക്കെതിരെ പോലീസ് കേസെടുക്കണമോ എന്നുള്ളതാണ് അഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യമായി വന്നത്. അങ്ങനെ ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഈ രജിസ്ട്രാറുടെ നടപടിയുടെ ഭാഗമായിട്ടുണ്ട്. അത് പ്രോട്ടോകോൾ ലംഘനമുണ്ട്, ഗവർണറുടെ ഓഫീസിനോടുള്ള ഒരു
മര്യാദയുടെ ലംഘനമുണ്ട്, തുടർച്ചയായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതിൽ നടത്തിയെന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഈ കാര്യത്തിലുണ്ട്. ഇനി നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഈ പത്മനാഭ സ്വാമി സമിതി ഇത്തരം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയെ സമീപിക്കുന്നു. സെനറ്റ് ഹാളിൽ ഇത്തരം ഒരു പരിപാടി നടത്താനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. വ്യവസ്ഥാപിതമായിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അതിൽ ഈ പറയുന്ന രീതിയിൽ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ രാജ്ഭവനിൽ നിന്ന് ഗവർണറുടെ സമയം തേടി ആ പരിപാടി ഫിക്സാക്കുന്നു. പിന്നീട് അതിലേക്ക് വിശിഷ്ടാതികളെ ക്ഷണിക്കുന്നു. ഗവർണറുടെ സമയക്രമം അനുസരിച്ച് പരിപാടി പ്ലാൻ ചെയ്യുന്നു. അവിടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പിന്നാലെയാണ് ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും പിന്നെ കുറേ SFI പ്രവർത്തകരും അവിടേക്ക് സംഘടിച്ചെത്തുന്നതും അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതും. ആദ്യഘട്ടം മുതൽ തന്നെ രജിസ്ട്രാർ എത്തി ഇവിടെ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ സംഘാടകർ അതിന് തയ്യാറാകുന്നില്ല. നിയമപരമായിട്ടുള്ള എന്ത് പ്രശ്നമാണ് ഈ ചിത്രം ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തിയത്. അപ്പോൾ രജിസ്ട്രാർക്ക് കൃത്യമായൊരു മറുപടി ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചിത്രം എടുത്തു മാറ്റണം എന്നുള്ള നിലപാടായിരുന്നു രജിസ്ട്രാർ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നാലെ രജിസ്ട്രാർ ചില മാധ്യമങ്ങൾക്കൂടെ ഈ പരിപാടിക്ക് അനുമതിയില്ല എന്നുള്ള നിലപാടൊക്കെ സ്വീകരിക്കുന്നത് കണ്ടു. അപ്പോഴേക്കും പക്ഷേ സംഭവം കൂടുതൽ സാറേ ഒരു നിമിഷം പുറത്തിറങ്ങാമോ സാറേ? സാർ പ്രതികരിക്കാമോ? നിയമപരമായി കാണാം. രജിസ്ട്രാറുടെ പ്രതികരണം തേടുകയായിരുന്നു മാധ്യമങ്ങൾ. ഈ വിഷയത്തോട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രതികരണങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വന്നത്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാറിനെ കേരള VC സസ്പെൻഡ് ചെയ്തു. ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി ഉണ്ടായത്. പ്രജിത്ത് തുടരാം. രജിസ്ട്രാറുടെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചു, അതുകൊണ്ടാണ് പ്രതികരണത്തിലേക്ക് പോയത്. എന്തായാലും ആ പ്രതികരണം വ്യക്തമല്ല. പ്രജിത്തിന് തുടരാം. അങ്ങനെ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നു. SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റി വളയുന്നു. വളരെ പെട്ടെന്ന് തന്നെ SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ വലിയ രീതിയിൽ സംഘടിച്ച് അവിടേക്ക് എത്തുന്നു. ഈ പരിപാടിയിൽ തടസ്സപ്പെടുത്താൻ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിനുള്ളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നു. അവരെ തടയാൻ ആദ്യഘട്ടത്തിൽ പോലീസ് പരാജയപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് അവിടെ പരിപാടിക്ക് എത്തുന്നവർക്ക് തന്നെ അത് പ്രതിരോധിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഇതിനിടയിൽ ഗവർണറുടെ ഓഫീസിൽ ഈ വിഷയങ്ങൾ എത്തുകയും പക്ഷേ ഗവർണർ ആ പരിപാടിയിലേക്ക് എത്താനുള്ള സമയം വൈകുകയും ചെയ്തിരുന്നു. കാരണം രജിസ്ട്രാർ ഈ വിഷയത്തിൽ സൃഷ്ടിച്ചൊരു അനിശ്ചിതാവസ്ഥ തന്നെയാണ് ഗവർണർ ആ പരിപാടിയിലേക്ക് എത്തുന്നതിനുള്ള സമയം വൈകാൻ കാരണം. സാധാരണഗതിയിൽ ഗവർണറുടെ പരിപാടിയാണ് കൃത്യസമയത്ത് പറഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ നടക്കണം. നിയമപരമായി അല്ലെങ്കിൽ ആ പ്രോട്ടോകോൾ പ്രകാരം ഗവർണറുടെ പരിപാടി മറ്റേത് കാരണവശാലും സാഹചര്യം കൊണ്ടും അത് തടയാനോ അല്ലെങ്കിൽ വൈകാനോ പാടില്ല. അത് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് രാജ്ഭവന്റെ നിർദ്ദേശാനുസരണം മാത്രമായിരിക്കണം എന്നുള്ള വ്യവസ്ഥയുമുണ്ട്. ഒരു പരിപാടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് മാറ്റണമെങ്കിൽ അത് റദ്ദ് ചെയ്യണമെങ്കിൽ അത് രാജ്ഭവനും ഗവർണർക്കും സ്വന്തം മാത്രമായിട്ടാണ് അതിനുള്ളൊരു അധികാരം. മറ്റേതൊരു അധികാര സംവിധാനത്തിനും അതിന് അധികാരമില്ല. അല്ലെങ്കിൽ കേരള സർവകലാശാല രജിസ്ട്രാർക്ക് സസ്പെൻഷൻ എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിലായി പുറത്ത് വന്നത്. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാറിനെ കേരള VC സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിനാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രജിത് മോഹനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.